ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ ഒരു ഫ്രേസൽ വെർബാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പുട്ടപ്പ് വിത്ത്. നോക്കിക്കേ, ഇതിലാകെ 3 വേർഡുണ്ട്. പുട്ട്, അപ്പ്, വിത്ത്. ഇതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ആകെ കൺഫ്യൂഷനായി പോകില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന നേരത്ത് അതിലെപ്പോഴും ആം, ഈസ്, വെയർ അല്ലെങ്കിൽ കുറച്ച് വൊക്കാബുലറി അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. ഒരുപാട് ഫ്രേസൽ വെർബുകളും നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ കൊണ്ടുവരണം. അതിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് പുട്ടപ്പ് വിത്ത്. 3 ലെറ്റർ ഉള്ളൂ, പക്ഷെ അതിന് അതിമനോഹരമായ ഒരു മീനിങ് ഉണ്ട്. അതായത് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ടോളറേറ്റ് സംതിങ് ഓർ സംവൺ യു ഡോണ്ട് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ അത് നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സഹിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്കാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേർഡ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. അതാണ് ഫ്രേസൽ വെർബുകളുടെ പ്രത്യേകത. ഫ്രേസൽ വെർബും അതിൻ്റെ മീനിങ്ങും നമ്മൾ വ്യക്തമായി പഠിച്ചാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളോട് അടുത്ത ദിവസം ഒരാൾ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഒരാളെയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് മീനിങ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ദിസ് നോയ്സ് എനിമോർ. എനിക്ക് ഈ ശബ്ദവുമായിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് ഇനി കൂടുതൽ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പുട്ടപ്പ് വിത്ത് ദിസ് നോയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാണ് സഹിക്കാൻ വയ്യാത്തത്? നോയ്സ്. അതാണ് പുട്ടപ്പ് വിത്ത് ദിസ് നോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ ഹാസ് ടു പുട്ടപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം അറ്റ് വർക്ക്. അവൾക്ക് എന്താണ് അവളുടെ ജോലിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ, ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തലുകളുമായിട്ട് പുട്ടപ്പ് ചെയ്യേണ്ടത്, അതായത് നിവൃത്തിയില്ലാതെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, ടോളറേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഷീ ഹാസ് ടു പുട്ടപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം അറ്റ് വർക്ക്. ജോലിയിലുള്ള കുറ്റപ്പെടുത്തലുകളെ അവൾക്ക് സഹിക്കേണ്ടി വന്നു എന്നാണ് പുട്ടപ്പ് വിത്ത്. ഹൗ ഡു യു പുട്ടപ്പ് വിത്ത് സച്ച് റൂഡ് ബിഹേവിയർ? ഇനിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, എങ്ങനെയാണ് ഈ ഒരു റൂഡ് ബിഹേവിയർ, ഇപ്പോൾ ഒരു ഓഫീസിലൊരു മാനേജറുണ്ട്, അയാളുടെ ബിഹേവിയർ വളരെ റൂഡാന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഹൗ ഡു യു പുട്ടപ്പ് വിത്ത് സച്ച് എ റൂഡ് ബിഹേവിയർ? ഇങ്ങനെയുള്ളൊരു ബിഹേവിയറുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അതുമായിട്ട് സഹിച്ച് വർക്ക് ചെയ്യുന്നത്? അതാണ് ആ പുട്ടപ്പ് വിത്ത്. ഐ ഡോണ്ട് നോ ഹൗ ഷീ പുട്ടപ്പ് വിത്ത് ഓൾ ദീസ് ഡിഫിക്കൽട്ടീസ്. എനിക്കറിയില്ല അവൾ എങ്ങനെയാണ് സഹിക്കുന്നത് ഓൾ ദീസ് ഡിഫിക്കൽട്ടീസ്. ഈ ഡിഫിക്കൽട്ടീസുമായിട്ട് എങ്ങനെയാണ് അവൾ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ സഹിക്കുക? ഇതൊക്കെ ആണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരുപാട് മീനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല മീനിങ്ങുകൾ ഉപയോഗിക്കുന്നത്. പൊരുത്തപ്പെടുക, എങ്ങനെയാണ് സഹിക്കുന്നത്, എങ്ങനെയാണ് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെയാണ് പുട്ടപ്പ് വിത്ത്. ഒന്നുകിൽ പുട്ടപ്പ് വിത്ത് ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ പുട്ടപ്പ് വിത്ത് എന്തെങ്കിലും സംതിങ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ പുട്ടപ്പ് വിത്ത് നോയ്സ് ഉപയോഗിച്ചു, പുട്ടപ്പ് വിത്ത് ക്രിറ്റിസിസം ഉപയോഗിച്ചു, പുട്ടപ്പ് വിത്ത് ബിഹേവിയർ ഉപയോഗിച്ചു, പുട്ടപ്പ് വിത്ത് ഡിഫിക്കൽട്ടീസ് ഉപയോഗിച്ചു. അപ്പോൾ എന്തുമായിട്ടാണോ പൊരുത്തപ്പെടാൻ വയ്യാത്തത് പുട്ടപ്പ് വിത്ത് അതെഴുതുക. ഏറ്റവും വളരെ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഐ ഹാവ് ടു പുട്ടപ്പ് വിത്ത് ഹിസ് ലൗഡ് മ്യൂസിക്. അയാളിപ്പോൾ ആരെങ്കിലും മ്യൂസിക് അപ്പറേറ്ററുണ്ടെങ്കിൽ അയാൾ ഇട്ടിരിക്കുന്ന ആ ലൗഡ് മ്യൂസിക്കുമായിട്ട് ഐ ഹാവ് ടു പുട്ടപ്പ് വിത്ത്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും സഹിക്കേണ്ടി വരുമെങ്കിൽ ഐ ഹാവ് ടു പുട്ടപ്പ് വിത്ത് ഹിം, എനിക്ക് അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. താങ്ക് യു ഗൈസ്.